നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 16th ക്വസ്റ്റ്യൻ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ലെസണിൽ മോഷണൽ ഇ എം എഫ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ആ മോഷണൽ ഇ എം എഫും പിന്നെ ഒരു കറണ്ട് കാരിങ് വയറിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ഇങ്ങനെ മിക്സഡ് കോൺസെപ്റ്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, എനിവേ നമുക്ക് നോക്കാം. എ 1 meter long metal rod AB completes a circuit as shown in the figure. The area of circuit is perpendicular to the magnetic field of 0.10 Tesla. If the resistance of the total circuit is 2 ohm, then the force needed to move the rod towards right with a constant speed v of 1.5 meter per second is. ഓക്കെ, AB എന്ന് പറയുന്ന റോഡ് അവിടെ കാണിച്ചിട്ടുണ്ട്. അത് റൈറ്റിലോട്ട് വി വെലോസിറ്റിയിൽ ഇങ്ങനെ പോവാണ്. അങ്ങനെ ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റി പോകണമെങ്കിൽ എത്ര എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യണം? അതാണ് ക്വസ്റ്റ്യൻ. ഇനി നിങ്ങൾ ഇവിടെ നോക്ക്, ഈ റോഡ് റൈറ്റിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്യാണ്. ആക്ച്വലി അത് മൂവ് ചെയ്യുന്നത് ഈ മാഗ്നറ്റിക് ഫീൽഡിലാണ് അല്ലേ? അപ്പോൾ അവിടെ ഒരു മോഷണൽ ഇ എം എഫ് ഉണ്ടാവില്ലേ, അതുകൊണ്ടൊരു കറണ്ട് ഉണ്ടാവില്ലേ. അതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്തേ. അപ്പോൾ ഫീൽഡ് ടുവേർഡ്സ് ദ പ്ലെയിൻ ആണ്. ഇവൻ മൂവ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? ലെഫ്റ്റിലോട്ടാണ്. അപ്പോൾ അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്താ? ഇവിടുന്ന് ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ട് മോഷണൽ ഇ എം എഫ് ഉണ്ട്. അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ട് ഐ ഇങ്ങനെ മുകളിലേക്കുണ്ട്. ശരിയാണോ? ഇനി നിങ്ങൾക്കറിയാം അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് BLV എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശരിയാണോ? അങ്ങനെയാണെങ്കിൽ അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ട് ഐ എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് BLV ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് R ആയിരിക്കും. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഇനി നമ്മളെ കയ്യിലുള്ള ആരാണ്? ഒരു കറണ്ട് കാരിങ് വയറാണ് അല്ലെങ്കിൽ റോഡാണ് അല്ലേ? അപ്പോൾ ഈ കറണ്ട് കാരിങ് റോഡ് നിൽക്കുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ്. നിൽക്കോ മൂവി എന്തോ ആവട്ടെ, മാഗ്നറ്റിക് ഫീൽഡിലാണ് അല്ലേ? ഇനി നിങ്ങൾ നോക്കടാ, ഈ കറണ്ട് മുകളിലേക്കല്ലേ. അപ്പോൾ ഒരു AB എന്ന് പറയുന്ന ഒരു കറണ്ട് കാരിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും, മാഗ്നറ്റിക് ഫോഴ്സ്. ആ മാഗ്നറ്റിക് ഫോഴ്സ് BIL ആണ് എന്ന് നിങ്ങൾക്കറിയാം, ഓർ ILB അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സ് FB എന്ന് പറയുന്ന ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട് എന്നും അല്ലേ? ആ മാഗ്നറ്റിക് ഫോഴ്സ് ILB ആണെന്നും ആർക്കും സംശയമില്ലല്ലോ. ആ ഐ നമ്മൾ ഓൾറെഡി അവിടെ കണ്ടുവച്ചിട്ടുണ്ട്. എത്രയാണ്? BLV/R ആണ് അല്ലേ? ഇൻറ്റു L ഇൻറ്റു B എന്ന് വരും. ശരിയല്ലേ? അപ്പോൾ B² ഇൻറ്റു L ഇൻറ്റു L² ഇൻറ്റു V ഡിവൈഡഡ് ബൈ R. ഇതാണ് ഈ വയറിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സ്. ശരിയാണോ? ഈ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നിങ്ങൾ നോക്കിയാൽ അവിടെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യണം. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്താൽ ഫീൽഡ് ടുവേർഡ്സ് എ പ്ലെയിൻ ആണ്, കറണ്ട് മുകളിലേക്കാണ്. അപ്പോൾ ഫോഴ്സ് എങ്ങോട്ടാണ്? ലെഫ്റ്റിലോട്ടാണ് അല്ലേ? അപ്പോൾ ഇവൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സ് എങ്ങോട്ടാണ് മക്കളെ? ലെഫ്റ്റിലോട്ടാണ് ഈ മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ശരിയല്ലേ? നിങ്ങൾക്ക് ഇവനെ എങ്ങോട്ടാണ് മൂവ് ചെയ്യിക്കേണ്ടത്? അപ്പോൾ ഇവൻ്റെ മുകളിൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് ഒരു ഫോഴ്സ് എവിടേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്? ലെഫ്റ്റിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവനെ എങ്ങോട്ട് മൂവ്? റൈറ്റിലോട്ട് മൂവ് ചെയ്യിക്കണം അല്ലേ? അങ്ങനെ റൈറ്റിലോട്ട് മൂവ് ചെയ്യിക്കണമെങ്കിൽ ഉറപ്പിച്ചോ നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റിലോട്ട് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യണം, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കണം. ശരിയല്ലേ? പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം, ആ എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ട് ഇവൻ മൂവ് ചെയ്യണം, പക്ഷേ കോൺസ്റ്റന്റ് സ്പീഡിലല്ലടാ മൂവ് ചെയ്യുന്നത്. അങ്ങനെ കോൺസ്റ്റന്റ് സ്പീഡിൽ മൂവ് ചെയ്യണേ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ എക്സ്റ്റേണൽ ഫോഴ്സ് ഗ്രേറ്റർ ദാൻ മാഗ്നറ്റിക് ഫോഴ്സ് ആണെങ്കിൽ ഇവൻ ആക്സിലറേറ്റ് ചെയ്യും അല്ലേ? കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ കോൺസ്റ്റന്റ് സ്പീഡിൽ മൂവ് ചെയ്യണമെങ്കിൽ ആ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കണം എന്ന് അല്ലേ? നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ ആ F എക്സ്റ്റേണൽ ഈക്വൽ എന്തായിരിക്കണം? FB ആയിരിക്കണം. ശരിയല്ലേ? അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ആ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തിനായിരിക്കണം? FB തന്നെ ആയിരിക്കണം അല്ലേ? അപ്പോൾ ദാ എക്സ്റ്റേണൽ ഫോഴ്സ് F എക്സ്റ്റേണൽ ഈക്വൽ ടു നമ്മൾ FB ആണ് B² L² V ഡിവൈഡഡ് ബൈ R ആയിരിക്കണം എന്ന്. ശരിയല്ലേ? ഇനി നമ്മൾ അതിൽ ആ വാല്യൂ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ ആയില്ലടാ. ആ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് മാഗ്നറ്റിക് ഫീൽഡ്? 0.1 അല്ലേ അല്ലേ? അപ്പോൾ ആ ഇക്വേഷനിൽ, ആ ഫോഴ്സിൻ്റെ ഇക്വേഷനിൽ ഞാൻ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. മാഗ്നറ്റിക് ഫീൽഡ് 0.1 ആണ് അതിൻ്റെ സ്ക്വയർ അല്ലേ? ലെങ്ത് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്?
1 മീറ്റർ ആണ് അല്ലേ, 1 മീറ്റർ ലെങ്ത്. അപ്പൊ ലെങ്ത് 1 മീറ്റർ ആണ്, ലെങ്ത് 1 മീറ്റർ. സോ 1ന്റെ സ്ക്വയർ. വെലോസിറ്റി എത്രയാ 1.5 അല്ലെ, ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് എത്രയാ 2 ആണ്. ശരിയല്ലേ? സോ നമ്മൾ ഇത് നോക്കിയാൽ 0.1ന്റെ സ്ക്വയർ 0.01 അല്ലെ, അത് 10⁻⁻² എന്ന് എഴുതാം, ഇൻറ്റു 1.5 15 ഇൻറ്റു 10⁻⁻1 എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ 2 അല്ലെ. അപ്പൊ അത് 15 ഇൻറ്റു 10⁻⁻³ ഡിവൈഡ് ബൈ 2 എന്ന് വരും അല്ലെ. 15/2 എത്രയാ 7.5 അല്ലെ. അപ്പൊ 7.5 ഇൻറ്റു 10⁻⁻³ എന്നാണ് ആൻസർ വരിക. ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ 4 ആണ് ആൻസർ വരുന്നത്. ശരിയല്ലേ? സോ ഓപ്ഷൻ 4 7.5 ഇൻറ്റു 10⁻⁻³ ന്യൂട്ടൺ, ഇത്രയും ന്യൂട്ടൺ ആണ്.